everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 56th lecture on Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were concluded our second chapter, and in this lecture, we are going to start our new chapter, that is Advance Payment of Tax. Advance Payment of Taxil നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹെഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഓർ പേ ആസ് യു ഏൺ പേയ് സ്കീം. സെക്കൻഡ് വൺ, ലയബിലിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്. ആൻഡ് ദ തേർഡ് വൺ, condition of liability to pay advance tax. Okay. Advance payment of tax or pay as you earn, pay scheme. Advance payment of tax അഥവാ pay as you earn, pay scheme എന്താണെന്ന് നമുക്ക് നോക്കാം. Pay as you earn scheme means that the assessee has to pay the tax simultaneously along with the earning of his income. Pay as you earn scheme means അസസി ഇൻകം ഏൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് ടാക്സും പേ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതായത് ഒരു അസസി ഒരു പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്യുന്നു, ആൻഡ് ആ ഇൻകം ഏൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അസസി ടാക്സും പേ ചെയ്യുകയാണ്. ഓക്കെ, ദിസ് ടാക്സ് ഇസ് പെയ്ഡ് ഓൺ ദി കറണ്ട് ഇയേഴ്സ് ഇൻകം ഇൻ ദ സെയിം ഇയർ. അതായത് കറണ്ട് ഇയറിലെ ഇൻകത്തിലുള്ള ടാക്സ്, ഈ ഇൻകത്തിലുള്ള ടാക്സ് ഇതേ സെയിം ഇയറിൽ തന്നെ ആയിരിക്കും പേ ചെയ്യുന്നത്. ഓക്കെ, ഇൻ ഫാക്ട് ഇറ്റ് ഈസ് പെയ്ഡ് ആസ് അഡ്വാൻസ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. ആൻഡ് കറണ്ട് ഇയറിലെ ഇൻകത്തിലുള്ള ടാക്സ് സെയിം ഇയറിൽ തന്നെ പേ ചെയ്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടാക്സ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. ഓക്കെ, ബിക്കോസ് നമുക്കറിയാം ഒരു പ്രീവിയസ് ഇയറിലെ ഇൻകം അസസ് ചെയ്യുന്നത് അസസ്മെൻറ്റ് ഇയറിലാണ്. ബട്ട് ഇൻ കേസ് ഓഫ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഏത് പ്രീവിയസ് ഇയറിലാണോ ഇൻകം ഏൺ ചെയ്യുന്നത് ആ സെയിം ഇയറിൽ തന്നെയാണ് ടാക്സിൻ്റെ പേയ്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ, അതായത് ഒരു അസസ്മെൻറ്റ് ഇയറിലെ പ്രോബബിൾ ടാക്സ് ലയബിലിറ്റിയാണ് അഡ്വാൻസ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്ത് പ്രീവിയസ് ഇയറിൽ തന്നെ പേയ്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, ആൻഡ് ഇങ്ങനെയുള്ള ടാക്സിൻ്റെ പേയ്മെൻറ്റിനെയാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഹെഡ് ഇസ് ലയബിലിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് വിച്ച് കംസ് അണ്ടർ സെക്ഷൻ 207 ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961. Advance tax shall be payable during any financial year in respect of the total income of the assessee, which would be chargeable to tax for the assessment year immediately following that financial year, and it shall be called current income. അതായത് ഏതൊരു ഫിനാൻഷ്യൽ ഇയറിലും അഡ്വാൻസ് ടാക്സ് പേയബിൾ ആകുന്ന ടോട്ടൽ ഇൻകം ഓഫ് ദി അസസി എന്ന് പറയുന്നത് ഇതേ ഫിനാൻഷ്യൽ ഇയറിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വരുന്ന അസസ്മെൻറ്റ് ഇയറിൽ ടാക്സബിൾ ആകുന്ന ടോട്ടൽ ഇൻകമാണ്. ഓക്കെ, ആൻഡ് ഈ ഇൻകത്തെ വിളിക്കുന്നത് കറണ്ട് ഇൻകം എന്നാണ്. അതായത് ഏതൊരു ഫിനാൻഷ്യൽ ഇയറിലും അഡ്വാൻസ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത് അസസിയുടെ ടോട്ടൽ ഇൻകത്തിലായിരിക്കും. ആൻഡ് ഈ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഇതേ ഫിനാൻഷ്യൽ ഇയറിന് തൊട്ട് പിന്നാലെ വരുന്ന അസസ്മെൻറ്റ് ഇയറിൽ ടാക്സബിൾ ആകുന്ന ടോട്ടൽ ഇൻകം ആയിരിക്കും. ആൻഡ് ഈ ഇൻകത്തെ വിളിക്കുന്നത് കറണ്ട് ഇൻകം എന്നാണ്. ഓക്കെ, however, an individual resident in India shall not be liable to pay advance tax if he fulfills the following conditions. അതായത് ഇനി പറയുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന ഇന്ത്യയിൽ റെസിഡൻ്റായ ഒരു ഇൻഡിവിജ്വൽ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യാൻ ലയബിൾ അല്ല. ഓക്കെ, ആൻഡ് ദ കണ്ടീഷൻസ് ആർ: ഫസ്റ്റ് വൺ, he does not have any income chargeable under the head profits and gains of business or profession. And the second one is he is of the age of 60 years or more at any time during the previous year. അതായത് ഈ പറഞ്ഞ ഇന്ത്യയിൽ റെസിഡൻ്റായ ഇൻഡിവിജ്വലിന് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഹെഡിൽ
ചാർജബിൾ ആകുന്ന ഇൻകം ഒന്നും ഉണ്ടാകാൻ പാടില്ല. ആൻഡ് ദ സെക്കൻഡ് കണ്ടീഷൻ ഈസ് ഇന്ത്യയിൽ റെസിഡൻ്റായ ഈ ഇൻഡിവിജ്വലിൻ്റെ ഏജ് എന്ന് പറയുന്നത് 60 ഇയേഴ്സോ അതിൽ കൂടുതലോ ആയിരിക്കണം പ്രീവിയസ് ഇയറിൽ. ഓക്കെ, ഈ 2 കണ്ടീഷനും ഫുൾഫില്ല് ചെയ്യുന്ന ഇന്ത്യയിൽ റെസിഡൻ്റായ ഒരു ഇൻഡിവിജ്വൽ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യാൻ ലയബിൾ അല്ല. ഓക്കെ, ആൻഡ് ദ തേർഡ് ഹെഡ് ഈസ് condition of liability to pay advance tax, which comes under section 208 of Income Tax Act 1961. Advance tax shall be payable during a financial year in every case where the amount of such tax payable by the assessee during that year as computed in accordance with the provisions of advance tax is rupees 10,000 or more. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അഡ്വാൻസ് ടാക്സ് പേയബിൾ ആകണമെങ്കിൽ അഡ്വാൻസ് ടാക്സിൻ്റെ പ്രൊവിഷൻസ് പ്രകാരം കമ്പ്യൂട്ട് ചെയ്യുന്ന ആ വർഷം പേയബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് 10,000 റുപ്പീസോ അതിൽ കൂടുതലോ ആയിരിക്കണം. ഓക്കെ, we will discuss the balance portion under the head Advance Payment of Tax in the next lecture. Thank you.